ഹലോ. ഈ ഒരു ചൂട് സമയത്ത് എല്ലാവരും ഒരുപോലെ ഫേസ് ചെയ്ത സംഭവമാണ് ചൂടൂര് എന്നുള്ളത്. അത് മുതിർന്നവരായാലും കുട്ടികളായാലും. ഇവിടെ എൻ്റെ മോൾക്ക് ചൂടൂര് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മേത്ത് മൊത്തം ഉണ്ടായിരുന്നു. കാലിലൊന്നും അങ്ങനെ ഉണ്ടായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചൊറിഞ്ഞ് പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം കണ്ടീഷൻ വേഴ്സ്റ്റ് ആവുന്നതിന് മുമ്പ് ഒരു പീഡിയാട്രിഷനെ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ നമ്മൾ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ചൂടൂര് കണ്ടപ്പോൾ ഏത് പാരൻസും ചെയ്യുന്ന രീതിയിൽ ഞാനും എൻ്റെ മോൾക്ക് ഇതുപോലെ കുറച്ച് ഹോം റെമഡീസൊക്കെ ചെയ്ത് നോക്കി. മറ്റൊന്നല്ല, കുറച്ച് ദിവസം തേങ്ങാപ്പാൽ മേത്ത് തേച്ച് എന്നിട്ട് ഒരു മണിക്കൂറിനൊക്കെ ശേഷമാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ വലിയൊരു മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ തേങ്ങയുടെ വെള്ളമുണ്ടല്ലോ, അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു മണിക്കൂറിന് ശേഷം കുളിപ്പിച്ചു. ഈ ഒരു തേങ്ങ വെള്ളം മോളുടെ മേത്ത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അവൾക്ക് കുറച്ചും കൂടി ഒരു ഇറിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടോ. ചൊറിച്ചിലൊക്കെ കുറച്ച് കൂടിയ രീതിയിലും അതുപോലെ ആ ഒരു ചൂടുകുരുവൊക്കെ ശരിക്കും തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ബട്ട് ഒരു റിസൾട്ടും കിട്ടിയില്ല കേട്ടോ. സോ ഞാനൊരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ മോൾക്കൊരു സോപ്പും ലോഷനുമാണ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നത്. അത് തേച്ചിട്ട് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ദിവസത്തിൽ 2 നേരമായിരുന്നു ഈ ഒരു ലോഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെയും രാത്രിയും കുളി കഴിഞ്ഞ് ദേഹത്ത് വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒപ്പിയെടുത്തതിന് ശേഷമാണ് ഈ ഒരു ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. കൂടുതലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലോഷൻ. ഒരുപാട് കുത്തുള്ള സ്മെല്ലോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ലോട് കൂടിയ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവുന്ന തരത്തിലുള്ളൊരു ലോഷനാണ്. ഒരു ലൈറ്റ് പീച്ച് കളറിലാട്ടോ ഇതിൻ്റെ കളറ് വരുന്നത്. നല്ല ലോഷനാണ്. ഞാൻ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്ത ദിവസം എനിക്ക് ഒരു കുറവ് ഫീൽ ചെയ്തു. അതായത് ആ ഒരു ചൂടുകുരുവിൻ്റെ തരിതരിപ്പുണ്ടല്ലോ, അത് കുറവ് പോലെ തോന്നി. പക്ഷെ അതെൻ്റെ തോന്നൽ മാത്രമായിരുന്നു. പിറ്റേന്നായപ്പോൾ ആ ഒരു ചൂടുകുരുവൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടോ. അങ്ങനെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാകുന്ന സംഭവമല്ല. പക്ഷേ ഒരു 3 ദിവസം നമ്മൾ അടുപ്പിച്ച് പറ്റി കഴിഞ്ഞാലല്ലോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഏകദേശം ഒരു 5-6 ദിവസം പറ്റിയപ്പോഴത്തേക്ക് എൻ്റെ മോളുടെ ദേഹത്തുള്ള ചൂടുകുരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പാടുകൾ പോകാനായിട്ട് നമ്മൾ 2-3 ദിവസം കൂടി ഒന്ന് പരട്ടി കൊടുക്കാം കേട്ടോ. കാരണം കുട്ടികൾ ചൊറിഞ്ഞു കഴിയുമ്പോൾ ചെറുതായിട്ടൊക്കെ പൊട്ടി പാടുകളൊക്കെ ഉണ്ടാവും. ആ ഒരു പാടുകൾ പോകാനും ഈ ഒരു ലോഷൻ ഹെൽപ്പ് ചെയ്യും. കാലോസോഫ്റ്റ് എന്നാണ് ഈ ഒരു ലോഷൻ്റെ പേര്. 50 ml വെറും 139 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇത് ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു സോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെർമാഡോയുടെ സോപ്പാണ്. നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയൊരു സോപ്പാണ് ഡെർമാഡ്യൂ. 174 രൂപയാണ് ഈ ഒരു സോപ്പിൻ്റെ റേറ്റ് വരുന്നത്. ഇതും നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ ഒരു ലോഷൻ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. മുതിർന്നവർക്ക് യൂസ് ചെയ്യാനായിട്ട് അടിപൊളി വർക്കാവുന്നൊരു പൗഡർ ഉണ്ട്. ഇവിടെ എൻ്റെ ഉമ്മിച്ചി യൂസ് ചെയ്തിട്ട് ഉമ്മിച്ചിക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു ചൂടുകുരുവിന്. അപ്പോൾ കാൻഡിഡ് എന്നാണ് ഈ ഒരു പൗഡറിൻ്റെ പേര്. 60 ഗ്രാമിന് വെറും 104 രൂപ മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ. ഇതും നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാമെങ്കിലും എൻ്റെ മോൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നത് ആ ഒരു ലോഷനും സോപ്പ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് ഞാൻ അത് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ എൻ്റെ മോളുടെ സ്കിൻ കണ്ടീഷൻ ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ച് പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു നെറ്റിയുടെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചൂടുകുരുണ്ടായിരുന്നു. അതെല്ലാം അടിപൊളിയായിട്ട് ക്യൂറായിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഡോക്ടർ വേറെ 2 കാര്യങ്ങളൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന്, മോളെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ആ ഒരു വെള്ളം വെച്ചിട്ട് കുളിപ്പിക്കുക. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത വെള്ളം വെച്ചിട്ട് കുളിപ്പിക്കുക. ഒരുപാട് തണുപ്പൊന്നല്ല, അതായത് കുട്ടികൾക്ക് ഈ ഒരു ചൂടിനെ ഓവർകം ചെയ്യണം. പക്ഷേ ആ ഒരു തണുപ്പ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം കേട്ടോ. ഇനി പറയാൻ പോകുന്ന റെമഡിയാണ് ഡോക്ടർ പറഞ്ഞതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു റെമഡി ആട്ടോ ഇത്. വേറെ ഒന്നല്ല, മഴ കൊള്ളിക്കുക എന്നുള്ളത്. മഴ കൊള്ളിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്
തല നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് വേണം കേട്ടോ, അതല്ലെങ്കിൽ പനിയും കാനും പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ മോൾക്ക് എന്താണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു മഴ കുളിക്കുന്നതും തണുത്ത വെള്ളം വെച്ച് കുളിപ്പിക്കുന്നതെല്ലാം നിങ്ങളുടെ കുട്ടികളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കണം. അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ പീഡിയാട്രീഷ്യൻസും കുട്ടികൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സോപ്പും ലോഷനും പൗഡറൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.